Parents are the greater gifts of God. They play a vital role in shaping and molding the behavior and nature of their kids. We are so blessed to have all our wonderful parents who support us. We would like to welcome a few parents to share their experience with Bambino. I request the parents of Manasa to come on stage. I request the parents Dr. Parvati Manoj, Dr. Ashna Jeevan, and Dr. Preeti Mohan to give their experience on stage. Very good evening to all of you. I myself, Dr. Parvati Manoj. First of all, I would like to say thanks to the Bambino team for giving me such an opportunity. ബാമ്പിനോയുടെ ഒരു ജേർണി ഞങ്ങളുടെ ഫാമിലി സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമായി. അതായത് പ്രീ കെ ജിയിലാണ് ഞങ്ങളുടെ മോള് മാനസ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒരു സ്കൂളിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് ടീച്ചേഴ്സിനെ കുറിച്ചാണ് അല്ലേ. അപ്പം ആസ് എ പേരൻറ്റ് I would like to express all my their previous attention towards their love, support, care, collaboration and പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ 1-2 കുട്ടികൾ എല്ലാവരുടെയും വീട്ടിലുണ്ട്. പക്ഷേ ഈ 2 കുട്ടികളെ അല്ലെങ്കിൽ 3 കുട്ടികളെ തന്നെ മാനേജ് ചെയ്യാൻ നമ്മളെല്ലാം നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം ഒരു 10-20 കുട്ടികളെ മോർണിംഗ് ടിൽ ഈവനിങ് ഒരു കുഴപ്പമില്ലാണ്ട് സ്നേഹത്തോടെ കെയർ ചെയ്ത് അവരെ പഠിപ്പിച്ച് കൊണ്ടുപോകുന്ന ഈ ഒരു ജോബ് ശരിക്കും ബ്ലെസ്ഡ് ആയിട്ടൊരു ജോബാണ്. അപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ജോബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതൊരു ടീച്ചിങ് ജോബാണ്, എസ്പെഷ്യലി കിഡ്സിനെ പഠിപ്പിക്കുന്നത്. സോ കുട്ടികളെക്കുറിച്ചുള്ള ലവ് ആൻഡ് കെയർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്. പക്ഷെ ഞാനിതിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം എൻ്റെ മോള് എല്ലാ ദിവസവും രാവിലെ കുളിച്ചിട്ട് പോകണം നിർബന്ധമുള്ളൊരു കുട്ടിയാണ്. സോ എല്ലാ ദിവസവും വെറ്റ് ഹെയർ ആയിട്ടാണ് ഇവൾ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുന്നത് ഷീ യൂസ് ടു ടൈ ഹെർ ഹെയർസ്, ഒരു പോണി ടെയിലൊക്കെ കെട്ടിയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ ദിവസം കഴിയുന്തോറും ഓരോരോ ഹെയർ ബൺസ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, മോളെ ഇത് എവിടെ നിന്ന് നീ എല്ലാ ദിവസവും ഓരോരോ പുതിയ ബണ്ണുമായിട്ടാണല്ലോ വരുന്നതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ എൻ്റെ അനഘ മിസ്സിൻ്റെ തലയിൽ കെട്ടിയിരിക്കുന്ന ബണ്ണ് എനിക്ക് അഴിച്ചിട്ട് എൻ്റെ തലയിൽ കെട്ടിത്തരുന്നതാണ്. ഒരു ടീച്ചർ ഒരു കുട്ടിയോട് ഇത് ചെയ്യുമ്പോൾ ഒരമ്മ മകളോട് ചെയ്യുന്ന ഒരു സ്നേഹം അത് എത്ര ടീച്ചേഴ്സ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അനഘ മിസ് ഇവിടെ ഉണ്ടെങ്കിൽ അനഘ മിസ്സിനെ പോലെ തന്നെയാണ് എല്ലാ മിസ്സും വരും. പേരെടുത്ത് പറയുന്നത് എനിക്ക് മിസ്സിനെ അറിയാവുന്നതുകൊണ്ടാണ്. പക്ഷേ ആ കുട്ടിയോടുള്ള ആ ടീച്ചറിൻ്റെ സ്നേഹം, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ പേരൻസിൻ്റെയും മക്കളെ അതുപോലെയാണ് ഈ ടീച്ചർ സ്നേഹിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മോള് അധികം ടോക്കറ്റീവ് അല്ലാത്തൊരു കുട്ടിയായിരുന്നു ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ. പക്ഷേ ഇപ്പോൾ അവളുടെ നേച്ചർ ഫുൾ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണത്തെ ടാലൻറ്റ് ഫെസ്റ്റ് ഡാൻസ് കോമ്പറ്റീഷന് അവളായിരുന്നു ഫസ്റ്റ് വിന്നർ. സോ ആ ഒരു ചേഞ്ച്, അത്രയൊരു മാസീവായിട്ടുള്ള ചേഞ്ച് ഞങ്ങൾ വിറ്റ്നസ്സായി. അത് ഇറ്റ്സ് ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ദിസ് ടീച്ചേഴ്സ്. അപ്പം ഫസ്റ്റ് ഞാൻ ടീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത് മാനേജ്മെൻറ്റ് സൈഡിൽ രാജേഷ് സാർ ഇവിടെ ഉണ്ടോയെന്നറിയില്ല. സാറും ഞാനും തമ്മിൽ ഒരു പേഷ്യൻ്റ് ഡോക്ടർ റിലേഷൻഷിപ്പാണ്. ഒരു ദിവസം സാറിൻ്റെ ഒ പിയിൽ വന്ന്, എനിക്ക് സാറിനെ പേഴ്സണലി അറിയില്ല, സാറുമായിട്ട് സംസാരിച്ച് 10 മിനിറ്റുള്ള എൻ്റെ ഒ പി ടൈം ഞങ്ങൾ സംസാരിച്ച് ഇറ്റ് എക്സ്റ്റെൻഡഡ് ടിൽ 45 മിനിറ്റ്സ്. ഈ 45 മിനിറ്റ്സും സാറ് സംസാരിച്ചത് ബാമ്പിനോയെ പറ്റിയാണ്. സോ ഹീസ് സോ പാഷനേറ്റീവ്. അത്രയും സാറിൻ്റെ കണ്ണുകളിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ തിളക്കം നമുക്ക് കാണാമായിരുന്നു. അതായത് ഞാൻ മോളെ സ്കൂളിൽ ചേർക്കുന്ന സമയം ഇവിടെ അടുത്ത് നല്ല ഏത് സ്കൂളാണെന്ന് അന്വേഷിച്ചപ്പോൾ ബാമ്പിനോ ആണെന്നറിഞ്ഞു, ചേർത്തു. പക്ഷേ ഈ മോണ്ടിസറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നോ അതിനെക്കുറിച്ചുള്ള വലിയ ധാരണകളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. സാർ ഈ 45 മിനിറ്റ്സ് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചുള്ളൊരു നല്ല ധാരണയാണ് തന്നത്. അതുമാത്രമല്ല, ഹി യൂസ് ടു ട്രാവൽ ഇൻ മെനി പ്ലേസസ് ആൻഡ് ഹി വോണ്ട്സ് ടു ഇംപ്ലിമെൻറ്റ് ഓൾ ദി ന്യൂ തിങ്സ് ആൻഡ് ന്യൂ അമ്യൂണിറ്റീസ് ഇൻ ദി സ്കൂൾസ്. അത് തന്നെ നമുക്കറിയാം, കുട്ടികൾക്ക് സ്കേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, കരാറ്റെ സ്റ്റാർട്ട് ചെയ്തു. സോ അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഓരോ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള നല്ല വിഷനുള്ള ഒരു സാറാണ്. അതുപോലെ തന്നെ സാറിൻ്റെ നെടുന്തൂണായിട്ടുള്ള സാറിൻ്റെ വൈഫ്. അപ്പം മാഡത്തിൻ്റെ കാര്യം പറഞ്ഞാലും ഇവിടെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. മാഡം മോണ്ടിസറി ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ്. അതും സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത്രയും നല്ലൊരു പില്ലേഴ്സുള്ള ആൾക്കാർ ഇവിടെ വന്നു. നമ്മുടെ നാട്ടിൽ മാവേലിക്കരയിൽ അവർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഓൾ ഓവർ കേരള അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം ആ 2 പേരുടെ വിഷൻ നമ്മൾ ഈ ഒരു അവസരത്തിൽ എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നി.
അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡൊക്കെ നോക്കുന്ന ഡെന്നിസ് സാർ ആൻഡ് ഹിസ് വൈഫ്, ദേ ആർ ഓൾസോ മാനേജിങ് ഇറ്റ് സോ വെൽ. ഈ ഒരു അവസരത്തിൽ ഒന്നുകൂടി പറയാനുള്ളത് നമ്മുടെ ആയമാർ ചേച്ചിമാരെ കുറിച്ചാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ഡയേറിയ കാണും, വോമിറ്റിംഗ് കാണും, നമ്മളിതൊന്നും അറിയുന്നില്ല. ഈ സമയങ്ങളിലൊക്കെ അവരെ ക്ലീൻ ചെയ്ത് അവരെ ഒരു മടിയും കൂടാതെ വൃത്തിയാക്കി സേഫായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി തിരിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് എത്തിക്കുന്ന ആയമാർ ചേച്ചിമാർ പലപ്പോഴും പലരും വിട്ടുപോകും. പക്ഷേ ഈ ഒരു അവസരത്തിൽ ആ ചേച്ചിമാർക്കും ബിഗ് താങ്ക്സ്. ആൻഡ് വൺ മോർ ആൾക്കാരെ നമ്മൾ വിട്ടുപോകുന്നത് ഡ്രൈവേഴ്സ്. നമ്മൾ പലപ്പോഴും പല അപകടങ്ങളൊക്കെ സ്കൂളിൽ വണ്ടിയിൽ കയറ്റി വിട്ട് തിരിച്ചു വരുന്നിടം വരെ നമുക്ക് ടെൻഷനാണ്. അപ്പം ഈ നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാർ അവരെ സേഫായിട്ട് കൊണ്ടുപോയി അതുപോലെ സേഫായിട്ട് തിരിച്ചെത്തിക്കുന്ന ഡ്രൈവർ ചേട്ടന്മാർ, ഈ ഒരു അവസരത്തിൽ അവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പം ഈ ബാംബിനോ എന്ന് പറയുന്ന സ്കൂളിന് ഒരുപാട് നന്മകൾ വരട്ടെ. ഇപ്പം നേരത്തെ ഒരു ടോക്കിനകത്ത് പറഞ്ഞ പോലെ ഇവരുടെ സ്ട്രെങ്ത്ത് ഞാൻ 3 kg തൊട്ടാണ് കാണാൻ തുടങ്ങിയത്, ഓരോ പ്രാവശ്യം കഴിയുന്തോറും കൂടി വരികയാണ്. അതുപോലെ തന്നെ അവരുടെ ഈ ആനുവൽ ഡേ, ഹൗ ദേ ആർ ക്രിയേറ്റിംഗ്, ഇതിൻ്റെ കൊറിയോഗ്രാഫർ ആരാണെങ്കിലും ദേ ഹാവ് ഡൺ ഇറ്റ് ബ്യൂട്ടിഫുള്ളി. അതുപോലെ തന്നെ ഈ അവരൊരു 3-4 മാസത്തെ പ്രാക്ടീസാണ് നമ്മൾ ഇന്ന് ഒരു ദിവസം ഇവിടെ വന്ന് കാണുന്നത്. അതായത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മളിവിടെ വന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി ഈ ഒരു സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുന്ന ചിലപ്പം ഒരു 2 മിനിറ്റ് പെർഫോമൻസ് ആയിരിക്കും. പക്ഷേ അത് കാണാൻ നമ്മളിവിടെ ഓരോരുത്തരും നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം ഇത്രയും വലിയൊരു സ്റ്റേജ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആംബിയൻസ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല, നിങ്ങൾക്ക് ബാംബിനോയിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം ബാംബിനോയിൽ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി വേറൊരു ചിന്തയെ വേണ്ട. സോ ബാംബിനോ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ സ്കൂൾ ഫോർ അസ്, ഇറ്റ്സ് എ ഫാമിലി ഫോർ അസ്. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you so much. Next, I would like to call Dr. Ashna Jeevan. A very good evening to all. ഇന്നിവിടെ നിൽക്കുമ്പം ഞാൻ വളരെ അഭിമാനത്തോടുകൂടിയാണ് നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ഒത്തിരി അധികം ആശങ്കകളുണ്ടായിരുന്നു. ഏത് സ്കൂളിൽ തിരഞ്ഞെടുക്കും, ആൾ പൊതുവെ കുറച്ച് നെർവസ് ആണ്. അപ്പോൾ അങ്ങനെ പലരും പറഞ്ഞാണ് ഞാൻ ബാംബിനോയിൽ ചേർത്തത്. അപ്പോൾ തുടക്കത്തിൽ ഈ പറയുന്ന പോലെ ഒത്തിരി കരച്ചിലും വിഷമങ്ങളുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് ഇവിടെ വളരെ മികവോടുകൂടി ഒരു ഡാൻസ് പെർഫോമൻസ് കണ്ടപ്പോൾ ബാംബിനോ എന്ന എൻ്റെ ചോയ്സ് തെറ്റായിരുന്നില്ല എന്ന് പ്രൂവ് ചെയ്യുന്നതായിരുന്നു ഈ ടീം ബാംബിനോയുടെ ഒരു സഹായം എന്ന് പറയുന്നത്. ഓരോ കുട്ടികളെയും ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവരുടെ ഓരോ കഴിവുകളും കണ്ടെത്തി അക്കാഡമിക്കലി മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർലിയും ഓരോ കുഞ്ഞുങ്ങളെയും വളർത്തിയെടുത്തുകൊണ്ട് വരികയാണ് ഇവർ ചെയ്യുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ബാംബിനോയുടെ എല്ലാ ടീച്ചേഴ്സിനും സ്റ്റാഫിനും എല്ലാ മാനേജ്മെൻറ്റിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇനിയുള്ള വരും കാലങ്ങളിലും ഒത്തിരി ഉയർച്ചയിലേക്ക് ബാംബിനോയ്ക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. Thank you, ma'am. Thank you so much. Next, I would like to call Dr. Preeti Mohan. A very warm good evening to one and all. I myself, Dr. Preeti, working as professor in Amrita Ayurveda Medical College. ഞാൻ ഒരു 10 വർഷത്തിന് മേലെയായി ഈ ഡോക്ടർ ആവാൻ പോകുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ലൈക്ക് ഹയർ എഡ്യൂക്കേഷൻ ഈസ് റിയലി ചലഞ്ചിങ്. എനിക്ക് മൂത്ത മകൻ ഉണ്ടാകുന്നത് വരെ മാത്രമേ എനിക്ക് ആ ധാരണയുണ്ടായിരുന്നുള്ളൂ. കാരണം എപ്പോഴൊക്കെ ഞാൻ അവനെ പഠിപ്പിക്കാനിരിക്കുമ്പോഴും എനിക്ക് മനസ്സിലാകാണ്, ബിക്കോസ് ദ വെരി ബേസിക് ലെസൺസ് അല്ലെങ്കിൽ ബേസിക് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മച്ച് മോർ ടഫർ. എപ്പോൾ ഞാൻ പഠിപ്പിക്കാനിരുന്നാലും ഞങ്ങളുടെ അത്ര സ്മൂത്തായിട്ടല്ല മുന്നോട്ട് പോവുക. അതായത് ഇറ്റ് വാസ് സ്ട്രെസ്ഫുൾ ഫോർ ബോത്ത് ഓഫ് അസ്. അപ്പോൾ ഒരാളെ തന്നെ പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് എനിക്ക് 2 മക്കൾ ട്വിൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ എനിക്കൊരു റിയലി ഐ ആം ആങ്ഷ്യസ് അബൌട്ട് ലൈക്ക് വിൽ ഐ ബി ഏബിൾ ടു ഡെലിവർ ദ സെയിം കെയർ ആൻഡ് ഗൈഡൻസ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ആങ്സൈറ്റി എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ബാംബിനോയിൽ എത്തുന്നത്. ഇവിടെ ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ലൈക്ക് ദ അമേസിങ് ടീച്ചേഴ്സ് ഓഫ് ബാംബിനോ, ദേ ആർ ഹൈലി സ്കിൽഡ് ആൻഡ് ട്രെയിൻഡ് ഇൻ ഹാൻഡ്ലിങ് ദ യങ് വൺസ്.
എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ രൂപപ്പെടുത്തി എടുക്കുന്നത് എന്നുള്ളത് ഓരോ ദിവസവും ഞങ്ങൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി ഭയങ്കര ചേഞ്ചാണ്. I would like to take a moment to express my heartfelt thanks to all the teachers of Bambino, enthusiastic and energetic teachers like Shelly ma'am, Ambli ma'am, Sharja ma'am, Sheha ma'am and many more. ബാക്കിയുള്ളവരുടെ പേരറിയത്തില്ല. എല്ലാവരും who is contributing very much to each kid's life journey. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആസ് എ പേരൻറ്റ് ഐ ഫീൽ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഐ ഫീൽ റീഅഷ്വേർഡ് ദാറ്റ് നോയിങ് മൈ കിഡ്സ് ആർ ഇൻ കേപ്പബിൾ ഹാൻഡ്സ്. സോ താങ്ക് യു ടു ഹോൾ ബാംബിനോ ടീം ഫോർ മേക്കിംഗ് ദ ലേണിംഗ് ജേർണി എ ജോയ്ഫുൾ എക്സ്പീരിയൻസ് ടു അവർ ലിറ്റിൽ വൺസ്. Thank you so much. Thank you, ma'am. Thank you for the sweet words. Thank you.